പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. അത് ആര് എന്തെന്ന് ഒരു മനുഷ്യനും എന്തോ അവിടെ സംഭവിച്ചതെന്ന് ക്ലിയറായി പറയുന്നില്ല. ഈ കന്യാസ്ത്രീകൾ അന്യജാതിയിൽപ്പെട്ട 2 പെൺകുട്ടികളെ അവരെ ഇവിടെ കൊണ്ടുവന്നു. അവരുടെ സ്ഥാപനത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനിലുള്ള പ്രശ്നമാണ്. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെ ഇവരെ ചോദ്യം ചെയ്തു എന്നൊന്നും ആരും എങ്ങും പോയി കണ്ടില്ല, കേട്ടില്ല, പറയുന്നില്ല. ഞാൻ ചോദിക്കുന്ന നല്ല കാര്യം, മക്കളെ, നിങ്ങളുടെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇന്നും എല്ലാ മതത്തിൻ്റെ അമ്മമാരെ പൊക്കിപ്പിടിച്ച് ഓരോന്ന് പറയുന്നു. നല്ല കാര്യം. കാരണം വേറെ ആരുമില്ല, വിശ്വാസികളല്ല, ഓരോ മതത്തിൻ്റെയും തലപ്പത്തുള്ളവന്മാരായി പറയുന്നത്. കാരണം അവരുടെ ജീവൻ രക്ഷയാണ്. നാളെ ഇവരെ പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല അന്യജാതിയിൽപ്പെട്ട 2 പെൺകുട്ടികളെ, ചെറുപ്പക്കാരി പെൺകുട്ടികളെ കത്തോലിക്ക സഭ എന്തിന് കൊണ്ടുപോകുന്നു? നിന്റെ സഭയിലില്ലയോ? പാമ്പ്ളാൻ ഈ അടുത്ത സമയത്ത് പറഞ്ഞു, ഉടനെ കെട്ടി എല്ലാം ഉണ്ടാക്കിക്കോണം പിള്ളേരെ, സഭയിൽ ആൾക്കാർ കുറയുന്നെന്ന്. നിന്റെ സഭയിൽ ആളില്ലയോ? അല്ല എങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾ ഒരു സഭയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ എവിടെ പോയാണെങ്കിലും, ഇതിപ്പം എല്ലാ കത്തോലിക്കലും തന്നെ ആയിരിക്കണമെന്നില്ല. അവിടെ അവരുടെ സഭയിൽ ജോലി ചെയ്യുന്നവരെ എന്തുമാകട്ടെ, നിങ്ങൾ എന്തുകൊണ്ട് നിയമപരമായിട്ട് അവിടെ തന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഈ പെൺപിള്ളേരെ കൊണ്ടുപോരാൻ ചെന്ന സിസ്റ്റേഴ്സ് തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം പിള്ളേരെ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട്. കാരണം കാലം അതിക്രമിച്ചു. 2 ജാതിയിലുള്ള പെൺകുഞ്ഞുങ്ങളാണ് ഈ ചെറുപ്പക്കാരി പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് പോലീസിലേക്ക് പറയാം, ഇതുപോലെ ഞങ്ങൾ വന്ന് ഇന്ന ആൾക്കാരെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ ഇന്ന ജോലിക്ക്. നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? കത്തോലിക്ക സഭ ഒരു വലിയ തട്ടിപ്പ് സംഘമാണ്. കത്തോലിക്ക സഭ എന്നല്ല, എല്ലാ മതങ്ങളിലും തട്ടിപ്പും വെട്ടിപ്പുമാണ്. അല്ലാതെ ആത്മീയവേല ചെയ്യുന്ന എത്ര ഉണ്ട്? ഞാൻ ചോദിക്കട്ടെ, ദേവഭായിയെ നിങ്ങൾ അറിയുമോ? എന്തുകൊണ്ട് ദേവഭായി ആരും അറസ്റ്റ് ചെയ്തില്ല? ഇന്ന് ഒരു വീഡിയോ ഒരു പെന്തിക്കോസ് പാസ്റ്റർ പറയാൻ, പെന്തിക്കോസ് സഭയിലെ ഒരു തലവനാ, അവൻ പറഞ്ഞു അവരെ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, അവർക്ക് വേണ്ടി വാദിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ദയാഭായിയെ എന്തുകൊണ്ട് ആരും അറസ്റ്റ് ചെയ്തില്ല? അവർ ഈ കത്തോലിക്ക സഭ ഇവരെ ആദ്യം അങ്ങും ഇങ്ങും പോയി ഗ്രാമങ്ങളിൽ ജോലി ചെയ്ത് സേവിക്കുന്നു എന്ന് പറയുന്നു. ആ ദയാഭായിയെ ഒന്ന് എടുത്ത് നോക്കേ. ആ മനുഷ്യൻ പറഞ്ഞു, ഈ 2 കന്യാസ്ത്രീകളും പണമുള്ള വീട്ടിലേതാണ്, അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് ഒന്നും ഒരുത്തരെ വഞ്ചിക്കേണ്ട കാര്യമില്ല. അവർ ആത്മീയവേലയ്ക്ക് ഇറങ്ങിയ ആത്മീയവേല തടിച്ചു കൊടുത്ത് നീയൊക്കെ സുഖമായിട്ട് നിങ്ങൾ ആത്മീയവേലയ്ക്ക് ഇറങ്ങിയവരാരാ? നിങ്ങൾ ബുദ്ധിയുള്ളവരാ. കാരണം ഒന്നും കുറവ് വരത്തില്ല, എവിടെയും സംരക്ഷണം കിട്ടും. ഞാൻ പറഞ്ഞുതരാം,
ഞാൻ അടുത്തിടെ ഒരു കന്യാസ്ത്രീ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ ആവശ്യത്തിന് പോയതാണ്. അവിടുത്തെ സിസ്റ്റർ ഇറങ്ങി വന്ന് പല്ലിനെ പല്ലുകുത്തി ഇട്ട് കുത്തിക്കൊണ്ടാ ഇറങ്ങി വന്നു. ഞാൻ ചോദിച്ചു, എന്നാ മോളെ? ഓ അച്ഛാ, ഇന്ന് രാവിലെ അപ്പത്തിൻ്റെ കൂടെ ബീഫായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒടുക്കലത്തെ സേവനം. ഏത് ആത്മീയതയുള്ളവരാണ് സ്വയമേ ത്യജിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ പണയം വയ്ക്കുന്നത്? നീ എല്ലാം സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ആത്മഹത്യയിൽ പോയതല്ല, ഒന്നുമില്ല. ദേവഭാര്യക്കാണ്. ആ സ്ത്രീയെ കണ്ടാൽ നിങ്ങൾ പറയുമോ, ആ സ്ത്രീ ഏറ്റവും വലിയൊരു കുടുംബത്തിലെ സ്ത്രീയായിരുന്നു, ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ ഇല്ല. അവരെ ഒരു ദിവസം അവരെ ട്രാൻസ്പോർട്ട് വന്ന് ആലുവയിൽ ഇറങ്ങാൻ വന്നപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, ബസ് സ്റ്റാൻഡിലോട്ട് ബസ് പോകത്തില്ല, ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു. അവരെ ഇറക്കി വിട്ടു. അതിൻ്റെ ബാക്കി എന്താ ഉണ്ടായെന്ന് അറിയാമോ? ഇതാ മക്കളെ, ആത്മീയ വേല, ശരിയായിട്ടുള്ള ആത്മീയ വേല. ദേവായെ കണ്ടുപഠിക്കരുത്. ഇതൊക്കെ ഒടുക്കലത്തെ അന്യജാതിക്കാരി പെൺകുട്ടികളെ നിനക്ക് കൊണ്ടുപോയി നീ അടിമവരെ ചെയ്യിക്കണമെങ്കിൽ നീ അതിനുള്ള നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ആരെങ്കിലും പറയുന്നു, ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെ ആരെങ്കിലും ഇൻ്റർവ്യൂ ചെയ്തോ? അവരുടെ സഹോദരൻ എന്ന് പറഞ്ഞു. ഇന്നെല്ലാവരും സഹോദരങ്ങളാണ്. കാരണം അവൻ്റെ പോക്കറ്റിൽ കാശ് വിട്ടു ഈ പെൺപിള്ളേരാണ് നശിക്കുന്നത്. ചോണയുണ്ടെങ്കിൽ പറ. ഇന്ന് എല്ലാവരും മതം കയ്യിലെടുത്ത് രാഷ്ട്രീയം കളിക്കുക. നടക്കട്ടെ മക്കള്, നടക്കുന്നത് ഇതല്ല, അതിൻ്റെ അപ്പുറത്തെ ഇനി നാളെ കാണും, പേടിക്കണ്ട.